നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലേക്ക് ഹിജ്റ വന്ന ആളോട്, സമുദ്രത്തിലൂടെ ഹിജ്റ വന്ന ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളിപ്പോ വരുന്ന വരവില് ഹബശയിൽ വെച്ച് കണ്ട അത്ഭുതങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരണം. അപ്പൊ ആ കൂട്ടത്തിൽ കുറച്ച് ചെറുപ്പക്കാര് അവര് പറഞ്ഞു, നബിയെ ഞങ്ങൾ കണ്ടു, ഞങ്ങളൊരു ഭാഗത്ത് ഇരിക്കുമ്പോ ഞങ്ങളെ സമീപത്തുകൂടെ പ്രായം ചെന്ന ഒരു ഉമ്മ നടന്നു പോകുന്നുണ്ട്. പ്രായം ചെന്ന ഉമ്മയാണ്, ആ നാട്ടിൽ ഏറ്റവും പ്രായമുള്ള ഉമ്മമാരിൽപ്പെട്ടൊരു ഉമ്മ. തലയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോകാണ്. പെട്ടെന്ന് അവിടുന്ന് ഒരു യുവാവ് എണീറ്റ് വന്ന് ആ ഉമ്മയെ കാലുകൊണ്ട് തടഞ്ഞ് തള്ളിയിട്ടു. അപ്പൊ മുട്ടുകുത്തിയിട്ട് ആ ഉമ്മ, പ്രായം ചെന്ന ഉമ്മ വീണു. ഈ വെള്ളം കൊണ്ടുപോകുന്ന കലം മുടഞ്ഞുപോയി. ആ ഉമ്മ ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് ഈ ചെറുപ്പക്കാരനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, സൗഫ തഅലമു യാ ഗാദിർ, ചതിയ നീ പിന്നീട് അറിയും. ഇദാ വലാ അല്ലാഹുൽ കുർസിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കുർസി ജനങ്ങൾക്ക് വെളിവാക്കി കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് ഖിയാമത്ത് നാളിൽ. വജമഅൽ അവ്വലീന വൽ ആഖിരീൻ വതകല്ലമത്തിൽ ഐദി വൽ അർജുൽ, കൈകാലുകളൊക്കെ സംസാരിക്കുന്ന ദിവസമുണ്ട്. ഫസൗഫ തഅലമു കൈഫ അംരി വ അംറുക ഇൻദഹു ഗദൻ. ഇതിന് പകരം നാളെ ഇവിടുന്ന് ഒന്നുമില്ല, എന്റെയും നിന്റെയും കാര്യം അവിടുന്ന് നീ തിരിച്ചറിയും. ഈ സംഭവം അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സ്വദഖത്ത് സ്വദഖത്ത്. ആ ഉമ്മ പറഞ്ഞത് വല്ലാത്തൊരു സത്യമാണ്. ആ പ്രായമുള്ള ഉമ്മ പറഞ്ഞത് സത്യമാണ്. കൈഫ യുഖദ്ദിസുല്ലാഹു ഉമ്മതൻ ലാ യുഖദു ലിളഈഫിഹിം മിൻ ശദീദിഹിം. അല്ലാഹു തആല ഒരു ഉമ്മത്തിന് എങ്ങനെ പരിശുദ്ധി കൊടുക്കും? അവരിലെ ദുർബലന് പ്രബലനിൽ നിന്ന് ആരും ഒന്നും വാങ്ങിക്കൊടുക്കുന്നില്ല, കിട്ടേണ്ട അവകാശങ്ങളൊന്നും ആരും വാങ്ങിക്കൊടുക്കാൻ തയ്യാറാകുന്നില്ല. പിന്നെ ഈ ഉമ്മത്തിന് എങ്ങനെ പരിശുദ്ധി ഉണ്ടാകാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ട് കുറച്ച് ആളുകൾ പറയാണ്, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവോട് ചോദിക്കാണ്, ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് നാളെ ആഖിറത്തിൽ അവനവന് ഉള്ള അമലിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരും എന്നാണല്ലോ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വന്തം ഭാരം പേറി നടക്കുന്ന ആള് വേറെ ഒരാൾക്കും അയാൾ ദുൽമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ഒരാളുടേതും അയാൾ ഏറ്റെടുക്കേണ്ടി വരൂല. അതേ സമയത്ത് അയാൾ അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, കൽപ്പിക്കപ്പെടാത്ത മേഖലയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഫഇന്നഹാ തുഹ്മലു അലൈഹാ, ആ ശരീരത്തിന്റെ മേലത് വെച്ച് കെട്ടും, ഭാരം ചുമക്കാൻ പറയും. വയുഖദു മിൻഹാ ബിഗൈരി ഇഖ്തിയാരിഹാ, അവന്റെ ഇഷ്ടമില്ലാതെ തന്നെ അവനിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്യും. എന്നിട്ട് കൊണ്ടുപോയി അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഇവിടെ സഹോദരങ്ങളെ, ആഖിറത്തിൽ പാപമുള്ള മനുഷ്യൻ തന്നെ മറ്റുള്ളവരുടെ പാപം പേറേണ്ടി വരുന്ന സന്ദർഭം, അമലുകളൊക്കെ കൊടുത്താലും മതിയാകാത്ത രൂപത്തിൽ അത്രയും ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? അതേ സമയത്ത് സാധാരണ രൂപത്തിൽ മറ്റൊരാളെ ഉൽമോ മറ്റൊരാൾക്ക് ഹക്കോ കൊടുക്കാനില്ലാത്തവൻ അയാളെ പെരടിയിൽ അങ്ങനെ വെച്ച് കെട്ടുന്നൊരു സന്ദർഭം ഉണ്ടാവുകയില്ല. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ഈ ആയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ ഒരു കാര്യം, സ്വഹാബത്തിൽ നിന്ന് ചിലർ ഉദ്ധരിക്കുന്ന ഒരു കാര്യത്തെ ഗണ്ണിച്ചുകൊണ്ട് മഹദി പറഞ്ഞു. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ആയത്തിൽ പറഞ്ഞത് ഒരാളുടെ ഭാരം, പാപമുള്ള ഒരാളുടെ കുറ്റം വേറൊരാൾ പേറേണ്ടി വരൂല എന്നല്ലേ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിനെ ഗണ്ണിക്കാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഇന്നൽ മയ്യിത ലയുഅദ്ദബു ബിബുകായി അഹ്ലിഹി അലൈഹി. കുടുംബക്കാർ കരയൽ കൊണ്ട് മയ്യത്തിന് ശിക്ഷ നൽകപ്പെടും എന്നൊരുപാട് മഹാന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഒന്നും രണ്ടോ ആളുകളല്ല, ഒരുപാട് മഹാന്മാർ. ഉമർ റളിയല്ലാഹു അൻഹു, മുഗീറത്ത് ബിൻ ശുബ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാർ. ഈ റിപ്പോർട്ടും ശരി തന്നെയാണ്, റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പമില്ല.
പക്ഷെ രണ്ടും രണ്ട് രൂപത്തിൽ മനസ്സിലാക്കണം. ആയത്തും ഹദീസും തമ്മിൽ എതിരില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ് അങ്ങനെ കുടുംബക്കാര് കരഞ്ഞുകൊണ്ടൊന്നും മയ്യത്തിന് ശിക്ഷ ഉണ്ടാകൂല. കാരണം അല്ലാഹു തആല പറഞ്ഞു വലാ തസ്റു വാസിറത്തുൻ വിസ്റു ഉഖ്റ, വേറൊരാളുടെ പാപം മറ്റൊരാൾ ഏറ്റെടുക്കേണ്ടി വരൂല, വഹിക്കേണ്ടി വരൂല എന്നാണ്. പക്ഷേ മഹാന്മാര് അത് രേഖപ്പെടുത്തി. അങ്ങനെ വരുന്നൊരു സന്ദർഭമുണ്ട്. ആയത്തും ഹദീസും തമ്മിൽ എതിരൊന്നുമില്ല. വരുന്നൊരു സന്ദർഭമുണ്ട്, ശിക്ഷിക്കപ്പെടുന്നൊരു സന്ദർഭം. എപ്പോഴാണത്? പഴയ കാലത്ത് ജാഹിലിയ കാലത്തുള്ള സംസ്കാരം പോലെ ഇപ്പോൾ ആരെങ്കിലും ചെയ്താൽ, വസിയത്ത് ചെയ്തു പോയി, ഞാൻ മരിച്ചാൽ ഒരു 10 ദിവസം ഇവിടെ കരയണം, അല്ലെങ്കിൽ 2 ദിവസം കരയണം, കരച്ചിൽ നല്ല ഊക്കൂട്ടി കരയണം, കുറെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് വരുന്ന ആളുകൾക്ക് ഇത്രമാത്രം വലിയ സങ്കടം ഈ വീട്ടുകാർക്കുണ്ടല്ലോ എന്ന് ബോധ്യപ്പെടണം. അങ്ങനെ ഒരു വസിയത്ത് മരിച്ചുപോയ ആളിൽ നിന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ ഒരു ചര്യയായിട്ട് ആ വീട്ടിലോ കുടുംബത്തിലോ അങ്ങനെ നടപ്പിലുണ്ടെങ്കിൽ അവർക്കാണ് ആ പറയപ്പെടുന്ന ശിക്ഷ. പഴയ കാലത്ത് അങ്ങനെ, ജാഹിലിയ കാലത്ത് മരിക്കുമ്പോ അങ്ങനെ പറയും, ഇദാ മിത്തു ഫൻഈനി ബിമാ ആന അഹ്ലുഹു വശുഖി അലയ്യൽ ജൈബ യാ ബിൻത മഅബദി. ഭാര്യനെ വിളിച്ചൊരു ഭർത്താവ് പറഞ്ഞാണ്, ഞാൻ മരിച്ചാൽ എനിക്ക് എന്തെല്ലാം ഗുണഗണങ്ങൾ പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞ് എന്നെ വിശേഷിപ്പിക്കണം. സങ്കടം കൊണ്ട് നീ നിന്റെ കുപ്പായത്തിന്റെ മാറൊക്കെ വലിച്ചു കീറണം. സങ്കടപ്പെടാൻ വേണ്ടി പഠിപ്പിച്ചത് അല്ല. ഇത് പറഞ്ഞെടുത്ത് ചില മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസിന്റെ ബാഹ്യഭാഗം തന്നെ ഉദ്ദേശിക്കപ്പെടാം. കാരണം മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്കും മറ്റും പകർന്നു കൊടുക്കുന്ന അറിവ് കുറവായതുകൊണ്ട് എവിടുന്നോ കിട്ടിയ സംസ്കാരം അവർ വെച്ചു പുലർത്തിയിട്ട് അങ്ങനെ ഒരു കരച്ചിലുണ്ടാക്കിയാൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം അല്ലാഹു തആല പറഞ്ഞ കൽപ്പനക്ക് അവർ മാറ്റി. അല്ലാഹു പറഞ്ഞത് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാന്നല്ലേ. അപ്പൊ മക്കൾക്കും കുടുംബത്തിനും നല്ല അദബൊക്കെ പഠിപ്പിച്ച് വളർത്തുന്നതിന് പകരം ആ രൂപത്തിലൊന്നും അവരെ വളർത്തിയില്ല. അവരെങ്ങനെയോ വളർന്നു, അങ്ങനെ വലുതായി. വേറൊരു നാട്ടിൽ പോയപ്പോ അവർ കണ്ടു ഇങ്ങനെ ഒരു സ്വഭാവം. ശരിയാണോ തെറ്റാണോ ചിന്തിക്കാനോ നിന്നില്ല. തെറ്റാണെന്ന് പഠിപ്പിക്കാൻ ഈ മാതാപിതാക്കൾ ജീവിതകാലത്ത് നിന്നതുമില്ല. അപ്പൊ അവർ ഈ അദബ് പഠിപ്പിക്കാത്തത് കൊണ്ട് ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഒരു ശിക്ഷ അവർക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് ഒരു പറ്റം മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി കാണാം. കാരണം അതവ് പഠിപ്പിക്കേണ്ടതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തെങ്കിലല്ലേ അത് സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റ, കുറ്റം ചെയ്ത ഒരു ശരീരം മറ്റൊരു ശരീരത്തിന്റെ കുറ്റം വഹിക്കുകയില്ല. സൂറത്തു ഫാത്തിറിൽ ഒന്നുകൂടി വിശദമായി അല്ലാഹു പറഞ്ഞു, വൈൻ തദ്ഉ മുസ്ഖലത്തുൻ ഇലാ ഹിംലിഹാ ലാ യുഹ്മൽ മിൻഹു ശൈഉൻ വലൗ കാന ദാ ഖുർബാ. ഭാരം കൊണ്ട് ഒരാൾ വിളിക്കുന്നു മറ്റൊരാളെ കുറ്റം ഏറ്റെടുക്കാൻ, വലൗ കാന ദാ ഖുർബാ, വിളിക്കപ്പെടുന്നവൻ കുടുംബക്കാരനാണെങ്കിൽ പോലും ഏറ്റെടുക്കാൻ തയ്യാറാകൂല. നല്ല വഴിക്ക് പോകുമ്പോ ഒരുപാട് കനങ്ങൾ നാളെ മറ്റുള്ളവരുടേത് ഏറ്റെടുക്കേണ്ട അവസ്ഥയും നമുക്കുണ്ടാകരുത്, പാപം ചുമക്കേണ്ട അവസ്ഥയുണ്ടാകരുത്. സത്യത്തിൽ നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങളൊക്കത് വഹിച്ചോളാന്ന് പറഞ്ഞത് സത്യനിഷേധികളാണ്. അവർക്കതൊരു പ്രശ്നമല്ല. അവരങ്ങനെ പറയും, ഇത്തബിഉ സബീലനാ വൽ നഹ്മിൽ ഖത്വായാകും വമാ ഹും ബിഹാമിലീന മിൻ ഖത്വായാഹും മിൻ ശൈ. സത്യനിഷേധികളായ നേതാക്കൾ അവരുടെ അനുയായികളോട് പറയും, നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തോളൂ, ഞങ്ങളത് ഏറ്റെടുത്തോളൂ. അങ്ങനെ ഏറ്റെടുക്കാൻ കഴിയുമോ? അങ്ങനെ ചിലപ്പോ ആൾക്കാർ പറയും, അല്ലേ, നിങ്ങളൊക്കെ ചെയ്തോളൂ, ബാക്കിയുള്ള നമ്മൾ നോക്കിയോളാം, നമ്മൾ ഏറ്റെടുത്തോളാം, നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തോളി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് വിട്ടാൽ മതി. അങ്ങനെ പറ്റൂല, അങ്ങനെ ഏറ്റെടുക്കാനും പറ്റൂലല്ലോ. എന്നിട്ട് അവസാനം സൂറത്തിന്റെ ആയത്തിന്റെ അവസാനം വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ, നമ്മളൊരാളെയും ശിക്ഷിക്കുകയില്ല, ഹത്താ നബ്അസ റസൂലാ, ഒരു റസൂലിനെ അയക്കുന്നത് വരെ. നിങ്ങൾ നോക്ക്, അല്ലാഹു തആല മനുഷ്യരെ സന്മാർഗത്തിലാക്കാൻ ഓരോ കാലത്തേക്ക് മുർസലീങ്ങൾ അല്ലാഹു തആല അയച്ചിട്ടുണ്ട്. വിശദമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു ഭാഗമാണത്. പക്ഷേ മഹാന്മാരായ മുർസലീങ്ങളുടെ
സന്ദേശമോ അവരുടെ വഹയോ ലഭിക്കാത്ത ഒരു വിഭാഗം ആളുകൾ അഹ്ലുൽ ഫത്ര, ഫത്രത്തിന്റെ ആളുകൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു റസൂലിന്റെ റിസാലത്തോ പ്രചരണമോ ഒന്നും എത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അവരെ ഉയർത്തപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിനിടക്ക് 6 നൂറ്റാണ്ടുണ്ട്. അതിനിടക്ക് പല ഭാഗങ്ങളിലും നുബുവത്തും റിസാലത്തിന്റെയും ഈസാ നബിയുടെ സന്ദേശം എത്താതെ അങ്ങനെ ജീവിച്ചിരുന്ന ആളുകളുണ്ട്. പക്ഷേ അവര് നല്ല നിലക്ക് ജീവിതത്തിന്റെ ചിട്ടകളൊക്കെ പാലിച്ച് മുന്നോട്ട് നീങ്ങുന്നു. ഒരിക്കലും അവർ വഴിതെറ്റി മറ്റു റൂട്ടിലേക്ക് അവർ പോയിട്ടില്ല. അല്ലാഹു തആല പറയുന്നു, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. ഒരു റസൂലിനെ അയക്കുന്നത് വരെ നമ്മളൊരു കൂട്ടരെ ശിക്ഷിക്കുകയില്ല. റസൂലിനെ അയച്ചിട്ട് പ്രബോധനം കൊടുത്ത് ആളുകൾ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരു സബബ് വെക്കുന്നു. ഓരോ ഭാഗത്തേക്കും മുർസലീങ്ങൾ അല്ലാഹു തആല അയക്കുന്നു. എന്നിട്ട് ആ മുർസലീങ്ങൾ പ്രബോധനം ചെയ്യുന്നു. ഫത്രത്തിന്റെ അഹ്ലുകാർ അവര് നരകക്കാരാണ് എന്ന് വിധി എഴുതാൻ പറ്റില്ല. ഈ ആയത്ത് ഓതിക്കൊടുത്തപ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ, അപ്പൊ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ മരിച്ചു പോകുന്ന മുശ്രിക്കുകളുടെ ചെറിയ കുട്ടികളുണ്ടല്ലോ, അപ്പൊ അവരോന്ന് ചോദിച്ചു. അപ്പൊ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ പറഞ്ഞു, ഔലാദുൽ കുഫാരി ഖുദ്ദാമു അഹ്ലിൽ ജന്ന, അവർ സ്വർഗക്കാർക്കുള്ള ഖാദിമീങ്ങളാണ് ചെറിയ കുട്ടികൾ. സ്വന്തം മക്കളെ ഒരു വാപ്പയും വിട്ടുകൊടുക്കൂല. മാത്രല്ല വിശ്വാസികളുടെ മക്കൾ അവരോടുകൂടെ നമ്മൾ ആ മക്കളെ ചേർക്കുന്നതാണ് അല്ലാഹു തആല പറഞ്ഞത്. അൽഹഖ്നാ ബിഹിം ദുര്രിയത്തുഹും ആലത്നാഹും മിൻ അമലിഹിം മിൻ ശൈ. ഈമാനോട് കൂടെ പോയി ആ ഈമാനിൽ കൂടെ നടന്ന മക്കളെ ആ വാപ്പമാരിലേക്ക് ഉമ്മമാരിലേക്ക് ചേർത്തി കൊടുക്കും. അത് പിന്നെ ഒരു വാപ്പയും ചെറിയ കുട്ടിയാണെങ്കിലും അങ്ങോട്ടും കൊണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ അവിടെ ഖാദിമീങ്ങൾ ഉണ്ടല്ലോ, ചെറിയ കുട്ടികൾ, വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, ചുറ്റിക്കറങ്ങുന്ന മക്കളുണ്ടല്ലോ ചെറിയ കുട്ടികൾ. അതാരാണ്? രണ്ടഭിപ്രായം പറഞ്ഞിടത്ത് ഒരഭിപ്രായം മഹാന്മാര് പറഞ്ഞു, മുഅ്മിനീങ്ങളായ ആളുകളുടെ കുട്ടികളെ ബാപ്പമാരും ഉമ്മമാരൊന്നും വിട്ടുകൊടുക്കാത്തത് കൊണ്ട് അത് മുശ്രിക്കുകളുടെ കാഫിരീങ്ങളുടെ ചെറിയ കുട്ടികൾ, മരണപ്പെട്ടു പോകുന്നവർ, അവർക്ക് ശിക്ഷയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഡ്യൂട്ടി അവിടെ ഏൽപ്പിക്കുകയാണ്, ഖിദ്മത്തിന് വേണ്ടി. കാരണം അവർക്ക് പ്രത്യേക പ്രബോധനങ്ങളും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് വിജയത്തിനെ വിലയിരുത്താനോ സ്വീകരിക്കാനോ സമയമായിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ. ഇതേ രൂപത്തിൽ ഫത്രത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട പ്രബോധനത്തിന്റെ മേഖല എത്താത്ത ഒരുപാട് വിഭാഗം ആളുകൾ പഴയ കാലത്ത്, ഇപ്പോഴുണ്ടോന്നറിയില്ല, പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് ജീവിച്ചവരിലുണ്ട്. പക്ഷെ അവരിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിലായി ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തു കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. തങ്ങൾ വരുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടു പോയി. പഴയകാല ഗ്രന്ഥങ്ങളിൽ നിന്ന് ആളുകൾ പറഞ്ഞു കേട്ടതിനനുസരിച്ചുള്ള വിവരം അനുസരിച്ച് പണ്ഡിതന്മാര് പറഞ്ഞു, അങ്ങനെയാണെങ്കിലും ശിർക്ക് വെച്ച് മുശ്രിക്കീങ്ങളായി നടന്ന ആളുകൾക്ക് പൊറുക്കപ്പെടുകയില്ല. കാരണം അല്ലാഹു തആലാന്റെ ഏകത്വം മനസ്സിലാക്കാൻ ഒരു മനുഷ്യന് അല്ലാഹു തആല സംവിധാനിച്ച ഈ പ്രപഞ്ചത്തിലെ തെളിവുകൾ തന്നെ മതി. ഏകത്വം മനസ്സിലാക്കാൻ, തൗഹീദ് മനസ്സിലാക്കാൻ. അതിന് ഒരു നബി വന്നിട്ട് ഓതിക്കൊടുത്തോളണം എന്നില്ല. അതിനാണ് അല്ലാഹു തആല ബുദ്ധി കൊടുത്തു. ആ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ എല്ലാവർക്കും കഴിയും. ചിലർ ചോദിക്കും, ഉസ്താദേ, ഓർക്കൊക്കെ ദീനീദേവത്ത് എത്തിയിട്ടില്ലല്ലോ, ഓലൊക്കെ ദീനീദേവത്ത് കിട്ടാതെ അങ്ങനെ മരിച്ചുപോയതല്ലോ, നബിനെ മറ്റീനെങ്ങനെ ദേവത്ത് എത്തിയത്? അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അല്ലാഹു തആലാന്റെ ഏകത്വം മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയുള്ള എല്ലാ മനുഷ്യന്മാർക്കും കൊടുത്തിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ട് നേർക്കുനേരെ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കും, അല്ലാത്തവർ ആ വഴിയിലേക്ക് വരൂല.
ഇവിടെ പ്രബോധനം എത്താതെ ജീവിച്ചിട്ടും ശിർക്ക് വെക്കാതെ നല്ല തൗഹീദിലായി അടിയുറച്ചു നിന്നുപോയ ഒരുപാട് മഹത്തുക്കളുണ്ട്. അവരിൽപ്പെട്ട ഒരു മഹാനാണ് അബ്ദുൽ മുത്തലിബ്. നിങ്ങൾ നോക്കുക, അബ്ദുൽ മുത്തലിബ് ഒരിക്കലും ഒരു സ്വനമിന് അബ്ദുൽ മുത്തലിബ് തനകുനിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നതിന് മുമ്പ് തന്നെ ഒരിക്കൽ പോലും ഒരു പ്രതിമക്ക് ബലിദാനം ചെയ്യുകയോ ആരാധന നടത്തുകയോ ചെയ്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെ ആരാധിക്കാതിരുന്നത്? സിദ്ദീഖ് റളിയല്ലാഹുവിന് മാത്രം ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അന്ന് മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാം, നേരത്തെ വിശുദ്ധിയിൽ ജീവിച്ചതാണ് ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിക്ക് എന്താ വിളിക്കുന്ന പേര്? ഖദീജത്തു ത്വാഹിറ. ജാഹിലിയ്യ കാലഘട്ടത്തിലും വിളിക്കുന്ന പേരെങ്ങനെയാണ്, ശേഷം വിളിക്കുന്ന പേരെങ്ങനെയാണ്. എന്താ അതിന്റെ കാരണം? അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരിക്കലും ഒരു സ്വനമിന് സുജൂദ് ചെയ്തിട്ടില്ല, ആരാധിച്ചിട്ടില്ല. ആ ഒരു പരിശുദ്ധിയിലായിട്ടാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ജീവിച്ചത്. പിന്നെ ലാസ്റ്റ് ഘട്ടങ്ങളിൽ ഖദീജ റളിയല്ലാഹു അൻഹ അന്വേഷണത്തിലായിരുന്നു. വറഖത്ത് ബിൻ നൗഫലിൽ നിന്നും മറ്റും കിട്ടിയ വിവരങ്ങൾക്കനുസരിച്ച് ഒരു നബിയുടെ കാത്തിരിപ്പിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ നോക്കൂ, ചില ആളുകൾ അബ്ദുൽ മുത്തലിബിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മാതാക്കളെയും പിതാക്കളെയും ഒക്കെ ശിർക്കിലേക്ക് കൊണ്ടുപോയി. നഊദു ബില്ലാഹി മിൻ ദാലിക, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ പറയാൻ പറ്റില്ല. അതിനൊന്ന്, അവരീ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്ന ആളുകളല്ല. രണ്ടാമത്, അവർ ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും അള്ളാഹുവിനെ ആരാധിച്ച ആളുകളാണ്. അബ്ദുൽ മുത്തലിബ് എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും കഅബന്റെ അടുത്ത് പോയി, അവിടെ വേറെയും കുറെ ആളുകളുണ്ടല്ലോ, പലരും ഉണ്ടല്ലോ, അവരോടൊന്നും പറയാതെ അള്ളാഹുവിനോടല്ലേ അബ്ദുൽ മുത്തലിബ് പറഞ്ഞിരുന്നത്. അബ്രഹത്തും കൂട്ടരും വന്നപ്പോൾ വരെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥന നടത്തി, പടച്ചോനെ യാ റബ്ബി ലാ അർജൂ ലഹും സിവാക, നിന്നെ അല്ലാതെ ഞാൻ മറ്റാരെയും ഇവർക്ക് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അവര് വരുമ്പോ അവരുടെ ശക്തി നീ ക്ഷയിപ്പിക്കണം, അല്ലെങ്കിൽ നിന്റെ ഈ പരിശുദ്ധമായ കഅബ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അബ്രഹത്ത് രാജാവിനോടും അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് അങ്ങനെയാണ്. ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോ കഅബന്റെ ഒരു വിഷയവും പറയാതെ എന്റെ തൊഴിലാളി വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഏതോ ഒരാൾ ഒട്ടകങ്ങൾ തെളിച്ചു കൊണ്ടുപോയി എന്ന് എന്നോട് പരാതി പറഞ്ഞു, ഞാനത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അബ്ദുൽ മുത്തലിബിനോട് അബ്രഹത്ത് രാജാവ് പറഞ്ഞു, നിങ്ങൾ വരുമ്പോ എനിക്ക് വലിയ ധൈര്യമായിരുന്നു, നിങ്ങൾ വന്നപ്പോ ചർച്ചയ്ക്ക് വേണ്ടി വന്നപ്പോ നേതാവന്നെ വന്നല്ലോ എന്നുള്ള നിലയ്ക്ക് ഞാൻ സന്തോഷത്തിലായിരുന്നു. പക്ഷെ നിങ്ങൾ വിഷയം പറഞ്ഞപ്പോ നിങ്ങൾ എന്റെ കണ്ണിൽ വളരെ ചെറുതായി. നിങ്ങൾ സ്വന്തം കാര്യമാണ് ഇവിടെ വന്നിട്ട് കാര്യമായി പറഞ്ഞത്, നാട്ടുകാരുടെ കാര്യം കഅബന്റെ കാര്യം ഒന്നും നിങ്ങൾ പറഞ്ഞില്ല. അപ്പൊ അബ്ദുൽ മുത്തലിബ് വിട്ടുകൊടുത്തില്ല. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അന റബ്ബുൽ ലിബിൽ, ഞാൻ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാണ്. വൈന്നലിൽ ബൈത്തി റബ്ബൻ സയംനഉക അൻഹു, കഅബക്കൊരു റബ്ബ്, ആ റബ്ബ് നിന്നെ തടയുക തന്നെ ചെയ്യും, നിന്നെ അങ്ങോട്ട് അടുപ്പിക്കൂല. ആ ആത്മധൈര്യം കൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് എന്ന വലിയ നേതാവ് എല്ലാവരോടും അവരവരുടെ വീടുകളിലും അവരവർ ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഒതുങ്ങിക്കൂടാൻ പറഞ്ഞു. മക്കക്കാരോട് ആരോടും നിങ്ങൾ വാളും കുന്തവും എടുത്തിട്ട് ഈ ആളുകളെ ഒന്ന് ആട്ടി ഓടിപ്പിക്കണം എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞിട്ടില്ല. എന്താ കാരണം? അതൊരു സാധാരണ ധൈര്യമല്ല, അബ്ദുൽ മുത്തലിബിലുള്ള തൗഹീദിന്റെ ധൈര്യമാണ്. കഅബയുടെ വട്ടക്കണ്ണി പിടിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അബ്ദുൽ മുത്തലിബ് തിരിയുമ്പോ പക്ഷികൾ വരുന്നതാ കാണുന്നത്. അപ്പോൾ പിന്നെ ഇവരെ അവസ്ഥ എന്തായി നോക്കാൻ വേണ്ടിയിട്ട് അബൂത്വാലിബിനെ പറഞ്ഞയച്ചു. അബൂത്വാലിബ് ഇങ്ങനെ പോയി ഇവരെ അവസ്ഥ കണ്ടപ്പോ വേഗം അബ്ദുൽ മുത്തലിബിനോട് വന്നിട്ട് പറഞ്ഞു,
അവരൊക്കെ കുടുങ്ങി. പക്ഷികള് നല്ല ഏറെറിയുന്നുണ്ട്, ഏറ് കുറിക്ക് കൊള്ളുന്നുണ്ട്, അവരൊക്കെ ചത്തു മലർത്തി വീഴുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ആ വന്ന അബ്രഹത്തിന്റെ കൂടെയുള്ള ആളുകളൊക്കെ നുഫൈൽ ബിൻ ഹബീബിനെ ചോദിക്കാം. നുഫൈൽ ബിൻ ഹബീബ് എന്ന് പറഞ്ഞ നല്ല മനുഷ്യൻ അബ്രഹത്തിനോട് വഴിവക്കിൽ വെച്ച് നേരിട്ടിട്ട് പറഞ്ഞു, കാബ പൊളിക്കാൻ പോകരുത്. നേരിട്ടവരൊക്കെ ഇയാൾ പിടിച്ച് അറസ്റ്റ് ചെയ്യും, ചിലരെ കൊന്നും കളയും. അയാളുടെ സ്വാധീനാണ്. യമനിലെ രാജാവല്ലേ, സമ്പത്തും സ്വാധീനമൊക്കെ ഉണ്ടല്ലോ, അന്നൽക്ക് ചെയ്യാം. നുഫൈൽ ബിൻ ഹബീബിനെ കൊല്ലാൻ പുറപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ കൊല്ലരുത്. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത മക്കയിലെ വഴികളൊക്കെ ചെറുതും വലുതൊക്കെ അറിയുന്ന ആളാണ് ഞാൻ. അപ്പൊ അബ്രഹത്ത് പറഞ്ഞു, കൊല്ലണ്ട, കാരണം മക്കയിലേക്ക് ഇടവഴിയിലൂടെ പോകണമെങ്കിൽ ഇയാളോട് ചോദിച്ചാൽ മതിയല്ലോ. ഇനി മക്കയിൽ പോയി ഒരാളെ സഹായം സ്വീകരിക്കേണ്ട ആവശ്യമില്ല, അയാൾ ഗൈഡായിട്ട് അവിടെ നിന്നോട്ടെ. ഏറ് കിട്ടുന്ന സമയത്ത് എല്ലാവരും ചോദിക്കാണ്, നുഫൈൽ എവിടെ, നുഫൈൽ എവിടെ? അപ്പൊ അദ്ദേഹം പറയാണ്, എല്ലാവരും എന്നെ വിളിച്ചു ചോദിക്കുന്നതെന്താ, അവരെ ചോദ്യം കേൾക്കുമ്പോൾ ഞാൻ അവർക്ക് എന്തോ കടം കൊടുക്കാണ്ട് തോന്നുന്നുണ്ട്. ആ രൂപത്തിലാ വിളിക്കുന്നത്. ഈ ഹബശികൾക്കൊക്കെ ഞാൻ എന്തോ കടം കൊടുക്കാനുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതേ രൂപത്തിലാണ് അവരെ ചോദ്യം. ഞാൻ അവർക്കൊന്നും കൊടുക്കാനില്ലല്ലോ, പക്ഷെ വഴി കാണണ്ടേ, തിരിച്ചറിഞ്ഞു പോകണ്ടേ. എത്ര കറക്റ്റായിട്ടാണ് അല്ലാഹു തആല തടഞ്ഞത്. റബ്ബ് നിന്നെ, കാബന്റെ റബ്ബ് തടയുന്നു പറഞ്ഞ സ്പോട്ടിൽ തടഞ്ഞു. ഒരു രക്ഷയും കിട്ടിയില്ല, ഒരു സംരക്ഷണവും കിട്ടിയില്ല. ആ അബ്ദുൽ മുത്തലിബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള അസാധാരണത്വവും വിശ്വസിച്ച വലിയ മഹാനാണ്. അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് തങ്ങളെയും എടുത്തിട്ട് മഴ ചോദിക്കാൻ വേണ്ടി കാബന്റെ മുറ്റത്തേക്ക് അബ്ദുൽ മുത്തലിബ് വന്നു. ആ അബ്ദുൽ മുത്തലിബിലും വിശ്വാസമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അബ്ദുൽ മുത്തലിബിന് കറക്റ്റ് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഘട്ടങ്ങളിലും അബ്ദുൽ മുത്തലിബ് ജയിച്ചത്. എതിർത്ത ആളുകൾ മുഴുവനും പരാജയപ്പെട്ടു പോയത്. എന്നാൽ അബൂ ത്വാലിബ് നോക്കി നിങ്ങൾ, അബൂ ത്വാലിബ് അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണത്വം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും തുറന്നു പറയാൻ തയ്യാറാകാത്ത ആളായിരുന്നു അബൂ ത്വാലിബ്. അതുകൊണ്ടാണ് ചെറിയ ശിക്ഷക്ക് അബൂ ത്വാലിബ് വിധേയനാകേണ്ടി വരുന്നത്. പിന്നീട് അബൂ ത്വാലിബ് രക്ഷപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ലൗലാ കുന്തു അന ലകാന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ അബൂ ത്വാലിബ് നരകത്തിന്റെ ആഴിയിലായിരിക്കും, അടിത്തട്ടിയിലായിരിക്കും. ലഅല്ലഹു തൻഫഉഹു ശഫാഅത്തി. എന്റെ ശഫാഅത്ത് അബൂ ത്വാലിബിന് പ്രയോജനപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സംരക്ഷണവും സഹായവും സ്നേഹവും അബൂ ത്വാലിബ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഉറച്ച വിശ്വാസമുണ്ട്. നേതൃത്വത്തെയും കൂട്ടുകാരെയും ഭയന്ന് അത് പുറത്തു പറയാൻ അബൂ ത്വാലിബ് തയ്യാറായി. തങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന വിഷയവും അത് തന്നെയായിരുന്നു. അബൂ ത്വാലിബിന്റെ ആ ഒരു പ്രഖ്യാപനവും പരസ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ചുള്ള ഷഹാദത്തും സാക്ഷ്യവുമായിരുന്നു തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് കിട്ടിയില്ല. അബൂ ത്വാലിബ് അതിന് കൂട്ടുന്നു കൊടുത്തില്ല. ബാക്കിയുള്ള ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. അന്ന് ജീവിച്ചിരുന്ന കാലത്ത് വേറൊരാളുണ്ടായിരുന്നു, സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന് പറയുന്നൊരു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന കാലത്ത് അദ്ദേഹം വേറൊരു നാട്ടിലാണ്, മിസ്ർ ഭാഗത്ത്, ഇറാഖ് ഭാഗത്തൊരു നാട്ടിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദീന് അതേ ഞാൻ ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞ് അത് അന്വേഷിക്കാൻ വേണ്ടി പല നാട്ടിലൂടെ ഇങ്ങനെ പോയി വരിക. വരുന്നതിനിടക്ക് ക്രൈസ്തവർ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. ആ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ അദ്ദേഹം നല്ല മഹാനായിരുന്നു. അതുകൊണ്ടാണ് അവരോട്, അന്നത്തെ കാലത്ത് ആളുകൾക്ക് ഇതൊന്നും തിരിയില്ല എന്ന് പറയാൻ പറ്റൂല, മക്കക്കാരോട് അദ്ദേഹം പറഞ്ഞു, തറക്തുല്ലാത്ത വൽ ഉസ്സ ജമീഅ കദാലിക യഫഅലു റജുലുൽ ബസീറു റബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബി അദീനു ഇദാ തഖസ്സമത്തിൽ ഉമൂറു. ഞാൻ പറഞ്ഞു വന്നത് തൗഹീദ് മനസ്സിലാക്കാൻ ഒരു ശരീഅത്തുമായിട്ട് നബി വന്നെങ്കിലല്ലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നല്ല മഹാന്മാർ പഠിപ്പിച്ചത്. തൗഹീദ് മനസ്സിലാക്കാൻ അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗപ്പെടുത്തിയാൽ മതി. അതുകൊണ്ടാണ് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ പറഞ്ഞത്, ഞാൻ ഒരു റബ്ബിനെയാണോ ആരാധിക്കേണ്ടതെങ്കിൽ 1000 റബ്ബിനെ.
ലാത്തനെ ഞാൻ ഒഴിവാക്കി, ഉസ്സനെ ഒഴിവാക്കി. കദാലിക യഫഅലു റജുലുൽ ബസീറു, ഉൾക്കാഴ്ചയുള്ള ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് എങ്ങനെ ചെയ്യാം? അങ്ങനെ ജീവിച്ചിരുന്നു. ഇതേ രൂപത്തിൽ സത്യാന്വേഷിയായി നടന്ന് വേറൊരാളാണ് അബ്ദുല്ലാഹിബിനു ഉബൈദുല്ലാഹിബിൻ ജഹ്ഷ് എന്ന് പറയുന്നത്. നബിതങ്ങളെ കൊണ്ട് സ്വീകരിച്ചു. പക്ഷെ പിന്നീട് കാര്യലാഭത്തിന് വേണ്ടി നസ്രാനിയായി മാറി. അങ്ങനെ അങ്ങോട്ട് മരിച്ചുപോയി. അതിൽ രക്ഷപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ആളാണ് വറഖത്ത് ബിൻ നൗഫൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വറഖത്ത് ബിൻ നൗഫൽ സ്വർഗ്ഗത്തിലാണ്. തുടക്ക കാലഘട്ടത്തിലെ വറഖത്ത് ബിൻ നൗഫൽ ഉണ്ടായിട്ടുണ്ട്. ആ വറഖത്ത് ബിൻ നൗഫലും ഈ പറയുന്ന കൂട്ടത്തിലാണ്. അതിൽ എണ്ണുന്ന വേറൊരാളുണ്ട്. അദ്ദേഹം മുസ്ലിം അല്ല. ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ്, നമ്മളെ മങ്കൂസ് മൗലവി പരിചയപ്പെടുത്തിയാണ്. അയാൾ മുസ്ലിം അല്ല. അയാൾ ഇവരെ കമ്പനിയിൽപ്പെട്ട ഒരാളെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയ കൂട്ടത്തിൽ. പക്ഷെ അയാൾ അങ്ങനെ ആ ശിർക്കിൽ അങ്ങനെ ഉറച്ചു. അന്നത്തെ കാലത്തും ആളുകൾക്ക് ഈ ചിന്തയും ഈ ബോധമൊക്കെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് അവരിലേക്ക് എത്താൻ പലരും അവിടെ താമസിച്ചിരുന്നില്ല. പക്ഷെ എന്നാലും തൗഹീദിൽ അടിയുറച്ചു നിന്ന് അള്ളാഹുവിലേക്കുള്ള ഒരു ജീവിതം അവരവിടെ കാഴ്ചവെച്ചിരുന്നു. തൗഹീദിനെതിരായിട്ട് ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മുഖ്യമായിട്ടും മക്കയിലും പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ബലിദാനം, ബലി അർപ്പിക്കുക. സ്വനമുകൾക്ക് വേണ്ടി, പ്രതിമകൾക്ക് വേണ്ടി ബലി അർപ്പിക്കുക. അത് വർഷത്തിൽ പല തവണയായി ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അതിലൊന്നും ഈ ബുദ്ധിയുള്ള മഹാന്മാരാരും സംബന്ധിക്കുകയോ നേർച്ചയാക്കുകയോ ഒന്നും ചെയ്യൂല, അതിനുവേണ്ടി പോവുകയോ ചെയ്യുകയില്ല. അപ്പോ ഒമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല എന്ന ഈ ആയത്തിൽ നിന്ന് ഉലമാ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അന്നൽ അഹ്കാമ ലാ തസ്ബുതു ഇല്ലാ ബിശർഇ, ഹുക്കുമുകൾ അത് ശറഅ് കൊണ്ടല്ലാതെ സ്ഥിരപ്പെടൂല. ഏത് ഹുക്കുമും സ്ഥിരപ്പെടണമെങ്കിൽ ശറഅ് വേണം. ശറഅ് വേണ്ട ഹുക്കുമ് സ്ഥിരപ്പെടാൻ എന്ന് വാദിക്കുന്ന ഒരു പക്ഷം നേരത്തെ ഉണ്ടായിരുന്നു, മുഅ്തസിലത്ത്. അവര് പറയുന്നത് ബുദ്ധി കൊണ്ട് തീരുമാനിച്ചാൽ മതി, നല്ലത് ഏതാണ്, ചീത്ത ഏതാണ്, ചെയ്യാൻ പാടുള്ളത് ഏതാണ്, പാടില്ലാത്തതാണ്. അത് ശരിയല്ല. കാരണം ഒരു പക്ഷെ ബുദ്ധിക്ക് ചിലപ്പോൾ നല്ലതാന്ന് തോന്നും, ശരീഅത്തനുസരിച്ച് നോക്കുമ്പോ അത് ശരിയല്ലാന്ന് തോന്നും. ബുദ്ധിക്കനുസരിച്ച് അത് നല്ലതാണ്, അതെന്നെ ചെയ്യേണ്ടത്. അതുകൊണ്ടാണല്ലോ ഹുഫ തടവുന്നിടത്ത് മഹാന്മാര് പറഞ്ഞു, ബുദ്ധിയോണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഹുഫ എവിടെ തടവ? കാലിന്റെ അടിയിലാ തടവ. ലൗകാനദ്ദീനു ബിർറഈ, അഭിപ്രായവും ബുദ്ധിയൊക്കെ അനുസരിച്ചാണ് മതം എന്നെങ്കിൽ മേലല്ല ഹുഫ തടവ, താഴെ. കാരണം ചളിയും ഇതൊക്കെ പൊടിയുണ്ടാകാൻ കൂടുതൽ ചാൻസ് താഴല്ലേ. പക്ഷെ ഹുഫ തടവൽ എവിടെയാണ്? മേലെയാണ്. അപ്പൊ ഹുക്കുമുകൾ കണ്ടെത്തേണ്ടത് ബുദ്ധി കൊണ്ടല്ല, അത് ശരീഅത്ത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാത് കാലങ്ങളിൽ അയക്കുന്ന അംബിയായിലൂടെ ആ ശരീഅത്ത് ഇവിടെ നടപ്പിലാക്കും. അപ്പൊ അംബിയാക്കളുടെ റിസാലത്തും അവരുടെ പ്രബോധനവും എത്താതെ അല്ലാഹു തആല എത്ര വലിയ കാരുണ്യവാനാ നോക്ക് നിങ്ങൾ. വെറുതെ ഒരാൾ അല്ലാഹു തആല ശിക്ഷിക്കൂല. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല.